മരിച്ചവർക്കായുള്ള 30 വർഷത്തെ സേവനത്തിന് ശേഷം മൂസക്ക പടിയിറങ്ങുകയാണ്. ഒമാനിലെ അമിറാത്തിൽ ഖബർസ്ഥാൻ ജീവനക്കാരനായിരുന്നു മൂസക്ക. മലയാളികളും സ്വദേശികളുമടക്കം 5000-ലേറെ പേർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുണ്ട് ഇദ്ദേഹം. കോവിഡ് കാലത്ത് തുണയില്ലാതെ എത്തുന്ന മൃതദേഹങ്ങൾക്ക് കൂട്ടായി നിന്നിട്ടുണ്ട്. പങ്കുവയ്ക്കാൻ നിരവധി ഓർമ്മകൾ. രാത്രി ഉറങ്ങിത്തുടങ്ങിയിട്ടേ ഉണ്ടാകൂ, അപ്പോഴേക്കും ഫോൺ ബെല്ലടിക്കും. അത് കേട്ടാൽ മൂസക്കറിയാം മയ്യത്തുമായി ആംബുലൻസ് ഗേറ്റിനരികെ വന്നിട്ടുണ്ടെന്ന്. ഒന്ന് മുഖം കഴുകി നേരെ ഖബർസ്ഥാനിലേക്ക് നടക്കും. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഒരു വിളിക്കപ്പുറം അവസാനത്തെ യാത്രക്കായി ആരോ വന്നിട്ടുണ്ടെന്ന് ആംബുലൻസ് വെളിച്ചം. 30 വർഷമായി തിരൂർ കൂട്ടായി സ്വദേശി ഇങ്ങനെ ഖബറാളികളുടെ കൂട്ടാളിയായി മാറിയിട്ട്. ഇതിനിടയിൽ 11,000-ന് മുകളിൽ മയ്യത്തുകളെത്തി. അതിൽ 5,000-ലേറെ ഖബറുകളും കുഴിച്ചത് മൂസാക്കയാണ്. വെയിൽ കത്തിയാളുന്നതിന് മുമ്പ് ഇറങ്ങണം. നാട്ടിലേതിന് വ്യത്യസ്തമായി ഖബറുകൾ നേരത്തെ കുഴിച്ചു വെക്കുന്നതാണ് ഇവിടുത്തെ രീതി. വലിയ ഭാരമുള്ള കംപ്രസർ കൊണ്ട് പാറ പൊട്ടിച്ച് കുഴിയുണ്ടാക്കുകയായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ JCB ഒക്കെ വന്നു. പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ കമ്പിപ്പാര കൊണ്ട് ഇളക്കിയെടുത്ത് ഖബറാക്കി മാറ്റണം. ആദ്യകാലങ്ങളിൽ ജോലിക്കാർ നന്നേ കുറവായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിലും അന്നേക്ക് വേണ്ട ഖബറുകൾ കുഴിച്ചു വെച്ചിരുന്നത് മൂസാക്ക ഓർക്കുന്നു. ഇപ്പോൾ കൂടുതൽ ജോലിക്കാരായി, എങ്കിലും പ്രായം തളർത്തി തുടങ്ങി. രാവിലെ സ്വബീംസ്കാരം കഴിഞ്ഞിട്ട് പണിക്ക് ഇറങ്ങും. ഒരു 8-9 മണിയാകുമ്പോഴത്തേന് കയറും. പക്ഷെ ചൂടത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പണിയാണ്. ചൂടത്ത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പണിയെടുത്താൽ ഒന്നായിട്ടുണ്ട് വേർപ്പ്. ഷൂ മുതൽ തലേൻ്റെ നെറു വരെ വേർപ്പ് നല്ല ഉണ്ടാവും. തണുപ്പത്ത് സുഖമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ചൂടത്ത് ഭയങ്കര പ്രശ്നമാണ്. ഖബറാളികളുടെ കൂടെയായിരുന്ന കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ പ്രവാസം അവസാനിപ്പിച്ച് അവരോട് സലാം പറഞ്ഞ് ഇറങ്ങണമെന്ന് പറയുമ്പോൾ തൊണ്ടയിടറുന്നുണ്ട്. കാരണം ജോലിയേക്കാൾ ഉപരി മൂസാക്കയ്ക്ക് ഇതൊരു ആത്മസമർപ്പണമായിരുന്നു. കനയാത്രയും സ്നേഹിച്ച് ആത്മാർത്ഥമായി പണിയെടുക്കുന്നൊരു ഖബർസ്ഥാനാണ്. അതുമല്ല, ഒരു കണമാന ഖബറാനോട് ഇങ്ങനെ സലാം പറയണം. കാരണം ഞാൻ വന്ന അന്ന് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന പണി നാളെ നമുക്ക് മത്സരമൊക്കെയുള്ള പണിയാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എടുക്കുന്ന പണിയാണ്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ പണിയായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ നാളെ മറ്റൊന്ന് നമ്മൾ ഈ ഖബറിൽ പോകേണ്ടതാണ്. ഞാനിവിടെ വന്നിട്ടുള്ള എല്ലാ ലേബറിനോടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യുന്നതൊരു ജോലിയല്ല, പടച്ചവൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം പ്രതീക്ഷിക്കണമെന്ന് ഉപ്പ പറഞ്ഞതിനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരമുള്ള ജോലി പലപ്പോഴും മൂസാക്കക്ക് ഈസിയായി മാറിയത്. ഇപ്പോൾ മരിച്ച് 6 വർഷമായി. അപ്പോൾ എൻ്റെ വസിയത്തിൻ്റെന്ന് ഒരിക്കലും മയ്യത്തിൻ്റെ ജോലിയാണ്. അല്ല, നാളെ എനിക്ക് മത്സരമൊക്കെ പോകാനുള്ളൊരു ജോലിയും കൂടിയാണ്. മത്സരം പോലെ അതിന് കൂലിയും കിട്ടും. പിന്നെ ഒരിക്കലും മയ്യത്തിൻ്റെ പണിയിൽ ചേർന്നുള്ളൊരു വർത്തമാനം നീ പറയരുതെന്ന് പറഞ്ഞു. ലോകം നടുങ്ങിയ സമയം, അതിഭീകരനാണ് കൊറോണ എന്നും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ അടുക്കലേക്ക് ആരും അടുക്കാത്ത സമയത്തും അവരുടെ അവസാനത്തെ കൂട്ടാളിയായി മൂസാക്ക ഉണ്ടായിരുന്നു. അന്ന് ആംബുലൻസ് ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എത്ര കുഴിച്ചാലും ഖബറുകൾ തികയാറുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് നല്ല പണിയായിരുന്നു. റെസ്റ്റ് ഇല്ലാത്ത പണിയായിരുന്നു. അന്ന് പിന്നെ ഒരു 15 മയ്യത്തൊക്കെ വന്ന സമയമൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഖബർ ഷോർട്ടായിരുന്നു. മസ്കത്ത് മുനിസിപ്പാലിറ്റി ജീവനക്കാരനായാണ് മൂസാക്ക ഒമാനിലെത്തുന്നത്. ആദ്യത്തെ 1 വർഷം ശുചീകരണ തൊഴിലാളിയായിരുന്നു. പിന്നീട് ഖബർസ്ഥാനിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അമീറാത്തിലെ ഈ ഖബർസ്ഥാനിലെത്തുന്നത്. പിന്നെ അവിടെ തന്നെ. ഞാൻ വന്നത് 1995 സെപ്റ്റംബറിൽ 20-ആം തീയതി ഇവിടെ ഇറങ്ങി. എന്നെ കൊടുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഒരാളെ മറക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ സഹോദരനായ സിദ്ദീഖ് മിസ്ജിയുടെ വീട്ടിൽ അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത്. 1 വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്ത് പിന്നെ ഇവിടെ ആളെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 29 വർഷമായി. അൽഹംദുലില്ലാ, എനിക്ക് അവനെ സിദ്ദീഖിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും കാലം ഇവിടെ ജീവിച്ച് അൽഹംദുലില്ലാ 29 വർഷമായി. എൻ്റെ എല്ലാ മക്കളെല്ലാ കാര്യങ്ങളൊക്കെ നടത്തി, വീടുണ്ടാക്കി, സ്ഥലം വാങ്ങിച്ച്. ഇപ്പോൾ ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോവാണ്. ഇന്ന് ഓരോ ഖബർ നമ്പറും മൂസാക്കക്ക് കാണാതെ അറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഖബറാളികളുടെ ഉറ്റവർക്ക് അദ്ദേഹം വഴികാട്ടിയാവുന്നു. ഓരോ മയ്യത്തിനും ഒരു കഥ പറയാനുണ്ടാകും. കരച്ചിലും വിട്ടുപോയതിൻ്റെ ഉറ്റവരുടെ സങ്കടവും നിരന്തരം കാണുന്ന മനുഷ്യർ. എത്രയോ മനുഷ്യരെ കണ്ടതിൻ്റെ മറക്കാത്ത നിരവധി അനുഭവങ്ങളുണ്ടായതിൻ്റെ 3 പതിറ്റാണ്ട് കൂടിയാണ് മൂസാക്കക്ക് അവസാനിക്കുന്നത്. മറക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഫിലിപ്പൈൻ്റെ മയ്യത്ത് എടുത്ത് അത് വലിയൊരു അനുഭവമാണ്. കാരണം അത് അവർക്ക് അത് മയ്യത്ത് ആ ബോഡി ഒന്ന് എടുത്തിട്ട് അവർക്ക് ചിതാഭസ്മം കത്തിച്ചിട്ട് ചിതാഭസ്മത്തെ അവർക്ക് നാട്ടിലേക്ക് കൊടുത്താക്കണം.
അതിനടുത്താണ് ആ മയ്യത്ത്. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് പറ്റി. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യമായിട്ട് ഒരു അനുഭവമാണത്. ആമിറാത്തിലെ ഖബർസ്ഥാനിൽ നേരത്തെ 5 മലയാളികൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 6 വർഷമായി മൂസക്ക മാത്രമാണ് മലയാളിയായിട്ടുള്ളത്. ഇദ്ദേഹം കൂടി പോകുന്നതോടെ ആമിറാത്തിലെ ഖബർസ്ഥാനിലെ മലയാളി സാന്നിധ്യം കൂടി ഇല്ലാതാവുകയാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഓർക്കാൻ ഏറെ മനുഷ്യരുടെ മുഖങ്ങളുണ്ട് മൂസാക്കക്ക്. അതിൽ മസ്കത്ത് KMCCയെ മറക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു. എല്ലാത്തിനും ഒരു വിളിപ്പാടകലെ അവരുണ്ടായിരുന്നു. ജോലിക്കായി നല്ലൊരു ഷൂ ഇല്ലാതിരുന്ന സമയത്ത് പുതിയ എത്രയോ ജോഡി ഷൂസുമായാണ് KMCC ഓടിയെത്തിയതെന്നും മൂസാക്ക ഓർക്കുന്നു. ഇനി വിശ്രമ ജീവിതം എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ മൂസാക്കയെ യാത്രയാക്കുന്നത്. പക്ഷേ ഇവിടം വിട്ടൊരു ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോഴേ അദ്ദേഹം കരഞ്ഞു തുടങ്ങും.